നമ്മുടെ സ്വന്തം മുറ്റത്ത് നട്ട് നനച്ച് കിട്ടുന്ന സന്തോഷങ്ങളാണല്ലോ ഇതൊക്കെ. അപ്പം നമ്മൾ ജൈവവളങ്ങൾ മാത്രം ഇട്ടിട്ടും അതുപോലെ നല്ല വേനൽക്കാലത്ത് വെള്ളം ഒഴിച്ചും ഒക്കെ നമുക്ക് കിട്ടിയ എന്താണ് നമ്മുടെ ഏത്തക്കൊലകളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന കുറച്ചൊക്കെ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഒരു 3-4 വാഴയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ എന്താ വെച്ചാൽ മൂത്ത 1-2 കൊലയുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇതാ നമ്മുടെ എന്താണ് ഇത്തിരി വലിപ്പമുള്ള വാഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊന്ന് വെട്ടിയെടുക്കാൻ ഇത്ര റിസ്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മൾ വെട്ടി താഴേക്ക് വന്നപ്പോഴത്തേക്കും അതെൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി പോയി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ കൊലയൊന്നും ഒടിഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ അത് ഇങ്ങനെ താഴേക്ക് വെച്ചതുകൊണ്ട് നമ്മുടെ കായൊന്നും ഇരിഞ്ഞൊന്നും പോയില്ല കേട്ടോ. അപ്പം നമ്മൾ എന്ന് വെച്ചാൽ ആദ്യമൊക്കെ നമ്മൾ നട്ട സമയത്ത് ഒരു 3-4 എണ്ണമൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അത് 3-4 വിത്തേ നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് കൊലയൊക്കെ വെട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്നുണ്ടാകുന്ന വിത്തുകളൊക്കെ ഓരോ പ്രാവശ്യം അതായത് പിരിച്ച് മാറ്റി നട്ടാണ് കേട്ടോ. ഇപ്പം നമുക്ക് ഇങ്ങനെ ഓരോ പ്രാവശ്യം നമുക്ക് എന്താ പറയുക അത്യാവശ്യം വലിപ്പമുള്ളതും അതുപോലെ നമുക്ക് കഴിക്കാൻ ടേസ്റ്റും, അതായത് നമ്മൾ ജൈവവളങ്ങളൊക്കെ ഇട്ടിട്ടും അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ടേസ്റ്റും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ കുറച്ചേറെ നമ്മളിപ്പം നട്ടിട്ടുണ്ട്. എന്നാൽ ഒരുപാടല്ല, ഇത്തിരിയേറെ നട്ടിട്ടുണ്ട്. അത് നമ്മുടെ ഓരോ പ്രാവശ്യത്തെ കൊല വെട്ടിയെടുക്കുമ്പോഴും അതിൻ്റെ ഓരോരോ വിത്തുകൾ പറിച്ച് മാറ്റി നട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലുള്ളതൊക്കെ ഒരുപാട് എണ്ണമോ അതുപോലെ ഒരുപാട് വലിപ്പമോ ഒന്നും ഇല്ലെങ്കിൽ ഇതൊക്കെയാണല്ലോ നമ്മുടെ സന്തോഷം. അപ്പോൾ അങ്ങനെ ഞാൻ ഇതാ നമ്മുടെ മുന്നേ നട്ട് അതായത് വെട്ടിയെടുത്ത കൊലയുടെ വിത്തുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാനങ്ങനെ മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ കുറച്ച് വളമിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനീ കാണിച്ചത് നമ്മളുണ്ടാക്കിയ ഒരു ഐറ്റമാണ് കേട്ടോ. അതായത് നമുക്ക് മണ്ണൊക്കെ ഇളക്കാനും അതുപോലെ പുല്ലൊക്കെ ചെത്താനും ഒക്കെ ആയിട്ട് നമുക്ക് മൺവെട്ടി പോലെ തന്നെ ഒരു സംഭവമാണ് കേട്ടോ ഇത്. അതിന് നല്ല രീതിയിൽ നല്ല മൂർച്ചയുള്ള പല്ലൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മളങ്ങനെ പറഞ്ഞുണ്ടാക്കിച്ചാണ് കേട്ടോ. നമുക്ക് മണ്ണൊക്കെ നല്ല രീതിയിൽ ഇളക്കാനും അതുപോലെ പുല്ലി എത്താനൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു സംഭവം വെച്ചിട്ടാണ് ഞാൻ നമ്മുടെ വാഴയുടെ ചോടൊക്കെ ഒന്ന് ഇളക്കി വളം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന വളം എന്താണെന്നും ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി വെട്ടാനുള്ള കൊലയും അതുപോലെ തന്നെ ഞാൻ അതിൽ നിന്ന് ഓരോ പ്രാവശ്യത്തെ വിത്തുകളൊക്കെ ഇതുപോലെ മാറ്റി മാറ്റി നട്ടുകൊടുത്താണ് കേട്ടോ. ഇതൊക്കെ അത് നമ്മൾ ഓരോ പ്രാവശ്യം കൊല വെട്ടിയെടുത്ത് കഴിയുമ്പം ആ ഒരു തടത്തിൽ തന്നെ നമ്മൾ അതിൻ്റെ വാഴത്തടയൊക്കെ വെട്ടി മാറ്റി കളഞ്ഞിട്ട് അതിൻ്റെ വിത്തുകളൊക്കെ അതായത് നമ്മൾ പറിച്ചെടുക്കും കേട്ടോ. എന്നിട്ട് അവിടെ തന്നെ വീണ്ടും നല്ല രീതിയിൽ മണ്ണൊക്കെ ഇളക്കി ഓരോ വിത്ത് എല്ലാ പ്രാവശ്യവും ഓരോ വിത്താണ് നടുന്നത് കേട്ടോ. ഇപ്രാവശ്യം എന്ത് വിചാരിച്ചു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു തടത്തിൽ 2 വിത്തൊക്കെ വെച്ചിട്ട് അങ്ങ് നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാറ്റൊക്കെ വരുമ്പോഴേ കഴിഞ്ഞ പ്രാവശ്യം കുറേ കാറ്റത്ത് ഒടിഞ്ഞു പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഇപ്രാവശ്യം അങ്ങനെ ഒരു തടത്തിൽ 2 വാഴ വെച്ചിട്ടൊക്കെ അങ്ങനെ നട്ടു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഏത്തവാഴ വിത്തുകൾ അങ്ങനെ നട്ട് ഏകദേശം 2 മാസമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 മാസമാകുമ്പോൾ കൊടുക്കുന്ന ഒരു വളവുണ്ട്, അതാണ് കേട്ടോ ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഈ ഏത്തവാഴ വിത്ത് നട്ടത് കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് ഇത് ഞാലിപ്പൂവനാണ് കേട്ടോ. അത് ഇത്തിരി വേറെ മാറ്റി നട്ടതാണ് ഞാലിപ്പൂവൻ്റെ വിത്ത്, അത് നട്ടിട്ടുണ്ട്. അപ്പോൾ കുറേ എന്താ വെച്ചാൽ പന്നിയുടെ ശല്യം ഉള്ളതുകൊണ്ട് ഓരോ സൈഡിൽ നിന്ന് നമ്മൾ നടുന്നതിനനുസരിച്ച് പന്നി അത് പിഴുത് എടുത്തിട്ട് എന്താണ് അതിൻ്റെ വാഴയിലയാണെങ്കിലും തടയാണെങ്കിലും പിച്ച് ചീന്തി കളഞ്ഞിട്ട് പോകും കേട്ടോ. എന്നാലും നമ്മൾ തോറ്റു കൊടുക്കില്ല എന്ന് വിചാരിച്ചിട്ട് വീണ്ടും അതേ സ്ഥലത്ത് വീണ്ടും പിന്നെ മണ്ണിളക്കി വളങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ വീണ്ടും തൈ നട്ടു കൊടുക്കും. അങ്ങനെ നട്ട് ഇതാ ഇതുപോലെ ഇപ്പം ഇത്രയേറെ മുന്നേ നട്ടതിനേക്കാളും ഇത്രയേറെ തൈകൾ ഇതുപോലെ നട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഓരോ വീഡിയോയും പോസ്റ്റും കാണുമ്പോൾ പറയാം ഞാൻ ചുണ്ടില്ല പൂവൻ എന്ന് പറഞ്ഞ ടൈപ്പ് വാഴയുടെയും അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത്തിരി വെറൈറ്റികളൊക്കെ ആയിട്ട് അങ്ങനെ നട്ടിട്ടുണ്ട് കേട്ടോ. ഒരു സെക്ഷനിൽ ഞാലിപ്പൂവനും പിന്നെ നമ്മുടെ ഏത്തവാഴയും അതുപോലെ ചുണ്ടിലക്കള്ളും അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഒരു വളമാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ അയറാണ്. അപ്പോൾ ഈ ഒരു വളം ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ 2 മാസവും അതേപോലെ 4ാമത്തെ മാസമാണ് കേട്ടോ ഈ ഒരു അയർ ഇട്ട് കൊടുക്കുന്നത്. ഇത് 100 ഗ്രാം വെച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2ാമത്തെ മാസം 100 ഗ്രാം ഇട്ട് കൊടുക്കും, 4ാമത്തെ മാസവും ഒരു 100 ഗ്രാം ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ 2 പ്രാവശ്യം ഈ അയർ ഇട്ട് കൊടുക്കും. നല്ല രീതിയിൽ സൂക്ഷ്മമൂലങ്ങൾ അടങ്ങിയതാണ് കേട്ടോ ഇതിൽ. അതുപോലെ കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാഴയ്ക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒന്നാണ് ഈ ഒരു അയർ കേട്ടോ. അപ്പോൾ ഈ അയർ ഇട്ട് കൊടുക്കുന്നവരും അതുപോലെ വലിയ കൃഷിക്കാർക്കൊക്കെ അറിയാം ഈ അയറിൻ്റെ ഗുണങ്ങളൊക്കെ അല്ലേ. അപ്പം നമ്മൾ വാഴയ്ക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു മെയിനായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈ അയർ. അപ്പോൾ ഇതുപോലെ ഞാനൊരു 100 ഗ്രാം വെച്ചിട്ടേ നമ്മുടെ വാഴയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല രീതിയിൽ പുല്ലൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് പ്രാവശ്യം വയക്കി മഴയൊക്കെ ആയതുകൊണ്ട് വീണ്ടും പുല്ല് അതുപോലെ കിളിർത്ത് വന്നു. അപ്പം നമ്മൾ കുറച്ച് വയക്കി പിന്നെ അതിൻ്റെ ചുവട്ടിലെ കുറച്ച് പുല്ലൊക്കെ കളഞ്ഞ് അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ അയർ ഇട്ട് കൊടുത്തേ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് ചാണകപ്പൊടിയും കൂടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ അയർ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ജൈവവളം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ രാസവളം ആണെങ്കിൽ രണ്ടും ഒന്നിച്ചിട്ട് കൊടുക്കരുതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ നമ്മുടെ അയറിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ചുവട്ടിൽ നമുക്ക് കുറച്ച് മണ്ണും കൂടെ നമ്മൾ ഇട്ട് കൊടുത്ത് നമ്മുടെ അയറിൻ്റെ ചാണകപ്പൊടിയുടെ ഒക്കെ മുകളിലേക്ക് കുറച്ച് മണ്ണും കൂടി ഒന്ന്
ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ 2-ാം മാസത്തിൽ ഇട്ട് കൊടുത്ത നമ്മുടെ വാഴയുടെ വളങ്ങൾ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയണ്ടേ ഇത്തിരി കൃഷികളും. അപ്പം നമുക്ക് നമ്മുടെ മുറ്റത്ത് തന്നെ ഇതേപോലെ വലിയ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കാതെ അത്യാവശ്യം ജൈവവളങ്ങൾ അതുമല്ല കേട്ടോ, നമ്മുടെ ഈ അയറിട്ട് കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നല്ല രീതിയിൽ വാഴയ്ക്ക് എന്താ പറയുക മഞ്ഞളിപ്പോ അതുപോലുള്ള കീടശല്യം ഒന്നും ഉണ്ടാകുകയില്ല. അതുമാത്രമല്ല നമുക്കുണ്ടാകുന്ന കായ്ക്കൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പഴുത്ത് കഴിയുമ്പോൾ ഒക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഈ കിട്ടുന്ന അതായത് പഴത്തിനൊക്കെ ആണെങ്കിലും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്താൽ അത്യാവശ്യം നമുക്ക് ടേസ്റ്റോട് കൂടിയും എന്താ പറയുക അധികം വലിയ റിസ്ക് ഇല്ലാതെയും ഒക്കെ നമുക്ക് ഇതുപോലെ നമ്മുടെ മുറ്റത്ത് നിന്ന് വിളവെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ.